അവന്മാര് മുതലാളെ പൊക്കി കാണോ? ഇതുവരെ വിളിച്ചില്ലല്ലോ. പൊക്കി കാണുമെന്നോ? അവന്മാരെ വൃത്തികെട്ട കളർ കണ്ട് അറിഞ്ഞൂടെ പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ് ആണെന്ന്? പുഷ്പം പോലെ പൊക്കി കാണും. ഇനി രഞ്ജു അങ്ങനെ അറിഞ്ഞു കാണൂ? ഒരു ഈച്ച പോലെ അറിഞ്ഞു കാണില്ല. പിന്നെ സമയം കളയാതെ നമുക്ക് പോയി നമ്പ്യാസാരെ രക്ഷപ്പെടുത്താം. എടാ മണ്ടത്തരം പറയാതടാ. ഇപ്പൊ നമ്മൾ അവിടെ ചെന്ന മുതലാളി സംശയിക്കും. ആദ്യം കിഡ്നാപ്പേഴ്സിന്റെ ശബ്ദത്തിൽ രഞ്ജു ചേച്ചിയെ വിളിച്ച് മുതലാളിയെ പൊക്കിയ കാര്യം പറയണം. അന്തം വിടുന്ന രഞ്ജു ചേച്ചി ഉടനെ മനുസാറിനെ വിളിക്കും. എന്നിട്ട് വേണം നമ്മൾ പോയി രക്ഷപ്പെടുത്താൻ. കറക്റ്റ്. ഏതായാലും ചേച്ചി ഒന്ന് വിളിച്ചു നോക്കി. വിളിക്ക്. ഹലോ. അയ്യോ എന്താ സാർ? അമ്മാവനാ? അപ്പൊ അമ്മ പൊക്കിയില്ല. അതെന്താ പൊക്കാത്ത? പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ഇനി അവിടെ പവർ കട്ടായിരിക്കോ? ഉണ്ടായിരിക്കടാ. ഞാൻ നിരപരാധി. AK നമ്പ്യാർ. ഇതാര്? അയ്യോ അമ്മാവൻ ഇങ്ങോട്ട് വിളിക്കുന്നു. ഇനി നമ്മുടെ പ്ലാനൊക്കെ അറിഞ്ഞു കാണുമോ? ഏതായാലും സാറിന് സംസാരിച്ചു നോക്ക്. ഹലോ. സത്യൻ ശിവൻ സുന്ദരൻ. ഇത് കിഡ്നാപ്പേഴ്സാ. അവന്മാർക്ക് അങ്ങനെ അമ്മാവന്റെ ഫോൺ കിട്ടി? ഇനി അമ്മാവന് വരും ഫോണാണോ പൊക്കിയത്? ഹലോ, നിങ്ങൾ എന്തൊരു പണിയാ കാണിച്ചത്? ആ നമ്പ്യാർ എന്താ പൊക്കാത്തത്? നമ്പ്യാരെ പൊക്കിയില്ല, പകരം വേറൊരാളെ പൊക്കി. നമ്പ്യാരുടെ മകളെ, അതായത് തന്റെ ഭാര്യയെ. അയ്യോ എന്താ സാർ? രഞ്ജുവിനെ പൊക്കിയെന്ന്. ഇവിടെ താനെന്താണ് പറഞ്ഞത്? അത് തന്റെ മുതലാളിയാണെന്നല്ലേ? സ്വന്തം അമ്മായിയപ്പനെ പൊക്കിച്ചിട്ട് പണം തട്ടാനുള്ള പരിപാടിയാണല്ലേ? അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. അതെ, ഇനി പെണ്ണെ കിട്ടണമെങ്കിൽ 1 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ പെണ്ണിന്റെ ശവം പോലും കാണില്ല. അയ്യോ 1 ലക്ഷം ചോദിക്കുന്നു. എന്റെ ഇത്രയും പൈസ ഒന്നുമില്ല. എന്നാ വേണ്ട, ഞങ്ങള് നമ്പ്യാരോട് വാങ്ങിച്ചോളാം. പിന്നൊരു കാര്യം, പോലീസിനെ മറ്റും അറിയിക്കാനാണ് ഭാവമെങ്കില് നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ല, പെണ്ണിന്റെ ശവൂരിക്കും കാണുക. അമ്മാവാ നിക്ക് നിക്ക് നിക്ക്, നിന്നോടൊക്കെ ആരാ ഇതിനകത്ത് കിടക്കാൻ പറഞ്ഞേ? ഇവിടെ കയറി താമസിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. സമൂഹത്തിൽ ഇത്തിരി നിലയും വിലയുള്ള ഒരുത്തനാ ഞാൻ. ഭാര്യ വണങ്ങി പോയെന്ന് നാട്ടുകാരിറങ്ങാൻ എന്റെ നാണക്കേട് എനിക്കാ. നാണക്കേടാ? അങ്ങനെയൊന്നും ഉണ്ടോ നിനക്ക്? അതൊക്കെ ഓരോ പോക്കിരിത്തരങ്ങൾ കാണിച്ചു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. ഒരു പോക്കൃത്തരവും ഞാൻ കാണിച്ചിട്ടില്ല. രഞ്ജു എന്റെ ഭാര്യയാണ്. ഞാൻ വിളിച്ചാൽ അവൾ വരുമെങ്കിൽ അവളെ ഞാൻ കൊണ്ടുപോകും. നിന്റെ മുഖം പോലെ അവൾക്ക് കാണണ്ടാ പറഞ്ഞേ. അത് അവള് പറയട്ടെ. അവള് മുഖത്ത് നോക്കി പറഞ്ഞാൽ നീ പോവോ? അവള് മുഖത്ത് നോക്കി പറഞ്ഞാൽ ഞാൻ പോകും. എന്നാ ഞാൻ പറയിപ്പിക്കാം. രഞ്ജു, രഞ്ജു, മോളെ രഞ്ജു, 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 രഞ്ജു മോളെ, രഞ്ജു. അവളിത് എവിടെ പോയി? കുളിക്കേ? ഇത്ര രാവിലെ അവള് കുളിക്കത്തില്ല. ഞാൻ പറയാം, അവള് ചായ ഉണ്ടാക്കുമായിരിക്കും. അടുക്കളയെ കാണും. കിറ്റു അടുക്കളയിൽ നാളെ ഇങ്ങോട്ട് പോയി. ഇപ്പൊ വരും. ചേച്ചി, രഞ്ജു ചേച്ചി, രഞ്ജു ചേച്ചി അവിടെയെങ്കിലും ഇല്ല. അവിടെ ഇല്ലേ? ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഞാൻ വിളിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, നീ അങ്ങോട്ട് വരണ്ട, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്നാ അമ്മ പോയി നോക്കിട്ട് വാ. രഞ്ജു, 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 ചേച്ചി, രഞ്ജു മോളെ, ഇതെന്തു പറ്റി? ഒരു യുദ്ധം നടന്ന പോലെ ഉണ്ടല്ലോ. അയ്യോ, ഇവിടെ എന്ത് സംഭവിച്ചു? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കിഡ്നാപ്പിംഗ് നടന്ന പോലെ ഉണ്ട്. രഞ്ജു മോളെ, രഞ്ജു, 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 ചേച്ചി, ചേച്ചി, രഞ്ജു ഇവിടില്ല. അമ്മാവ സത്യം പറ, എന്റെ രഞ്ജുവിന് എന്ത് പറ്റി? അവൾക്ക് എന്ത് പറ്റാ? ഞാൻ പറയാം. എന്നെ ഉപേക്ഷിക്കാൻ അമ്മാവൻ നിർബന്ധിച്ചപ്പോൾ അവൾ വഴങ്ങിയില്ല. അങ്ങനെ നിങ്ങൾ തമ്മിൽ വഴക്കായി. സത്യം പറ, എന്റെ രഞ്ജുവിനെ നിങ്ങൾ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല, എനിക്കൊന്നും അറിയില്ല. ഈ മുറിയിലില്ല. ഇനി അവൾ വിളി കേൾക്കുമോ അമ്മാവ? മകളെ കൊന്ന അച്ഛൻ തൂക്കിക്കൊന്നു ഉറപ്പാ. ഹലോ, മിസ്റ്റർ നമ്പ്യാരല്ലേ? അല്ല, അതെ. മകളെ കാണാതെ വേവലാതിപ്പെടുന്നുണ്ടാവും. ഭയപ്പെടണ്ട, മകൾ ഞങ്ങളുടെ പക്കലുണ്ട്. നിങ്ങൾ ആരാ? മകളെ തട്ടിക്കൊണ്ടുപോയവർ ഏതായാലും പൂജാരിയോ പുരോഹിതരാവാൻ വഴിയില്ല. ഞങ്ങൾ പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സാണ്. പെണ്ണിനെ കിട്ടണമെങ്കിൽ 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ കിട്ടണം. അല്ലെങ്കിൽ പെണ്ണിന്റെ ശവമായിരിക്കും കിട്ടുക. പണം ഞാൻ തരാം, എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടിയാ മതി. പണം എവിടെ എത്തിക്കണമെന്ന് പറ. അച്ഛനെ പണം തരാന്ന്. എവിടെ എത്രന്ന്? സിറ്റി ടവർ, സിറ്റി ടവർ. ഹലോ, എവിടെ? സിറ്റി ടവർ. സിറ്റി ടവറിന് മുന്നിൽ കൃത്യം 9 മണിക്ക് പണവുമായി എത്തുക. ശരി. എന്താ അമ്മാവ? ആരാ വിളിച്ചത്? അയ്യോ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്റെ മോളെ ആരാ കിട്ടേ? അവരെ ഇപ്പൊ വിളിച്ച് 2 ലക്ഷം രൂപ കൊടുത്തവളെ തിരിച്ചു തരാം. 2 ലക്ഷം? 1 ലക്ഷം എന്നല്ലേ പറഞ്ഞത്? 1 ലക്ഷം കൊടുക്കാനാണ് പറഞ്ഞത്. 2 പറഞ്ഞാൽ 2 ലക്ഷം കൊടുക്കണ്ടേ? പഴയ കാലമാണോ? പഴയ കാലം എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ട് പിന്നെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. വാ, വല്ല സാറ് പോയി എല്ലാം കുഴയും. അമ്മാവൻ ആരാണെന്ന് അവന്മാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ കൊണ്ട് കൊടുക്കാം. അമ്മാവൻ പൈസ തന്നാ എന്റെ രഞ്ജുവിനെ രക്ഷിക്കുക അമ്മാവാ. കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോ കൊത്തുകളെ.
കാശ് ഞാൻ തരാം. വാ. സത്യം ശിവം സുന്ദരം. നിങ്ങൾ നിൽക്കുന്നതിന്റെ എതിർവശത്ത് ഞങ്ങളുണ്ട്. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നിട്ടുണ്ട്. രഞ്ജു എവിടെ? ആദ്യം പണം കാണട്ടെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ? എന്താ ഇങ്ങോട്ട് വരാന്നു. രഞ്ജു എവിടെ? കുട്ടിയെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. സേഫ് ആയിട്ട് സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. പണം തന്നാൽ കുട്ടിയെ തരാം. രഞ്ജു എവിടെന്നാ ചോദിച്ചത്? അവളെ തന്നാലേ പണം തരും. ആഹാ, അന്ന പണം വേണ്ട, കുട്ടിയെ ആ, എന്നാ നമുക്ക് പോവാം. ഐ അപ്പഴത്തെ പോവാന്ന്. ഇതെന്ത് മര്യാദയാണ്? പറഞ്ഞാലും മനസ്സിലാവൂലേ? നിങ്ങൾ പണം തന്നെ, ഞങ്ങൾ കുട്ടിയെ തരാം. ഇത് കുട്ടികളെയല്ല, ഞങ്ങൾ പോലീസിനെ വിളിക്കും. അറമാരെ കിഡ്നാപ്പിംഗ് ഞങ്ങളെ കൊലത്തൊഴില. അതിലിട്ട് ഞങ്ങൾ അരിവിറക്കില്ല. പകൽ സമയത്ത് നടു റോട്ടിൽ വെച്ച് പാർട്ടി എക്സ്ചേഞ്ച് ചെയ്ത പല മണ്ട കിഡ്നാപ്പേഴ്സും ഇന്ന് അകത്താ. ആ പണിക്ക് നമ്മളെ കിട്ടില്ല. പോലീസ് അല്ല, പോലീസിന് ഞങ്ങൾ അറിയിച്ചിട്ടില്ല. അഭ്യാസം ഇറക്കിയാണല്ലേ. കുട്ടിയെ വേണമെങ്കിൽ പണം കിട്ടണം, ഞങ്ങൾ വിശ്വസിക്കാം. എന്നാ നമുക്ക് പോകാം. ഇതേ പോവാ, നിങ്ങൾക്ക് ഇത് തന്നെ പരിപാടി. നിന്നെ തുറന്നു കാണിക്ക്. എന്തു പറ്റി? കൊടു. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? എന്തോ ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേന്ന്. എങ്ങനെ? ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്? ഫോളോ മീ, ഫോളോ മീ. ഹലോ. മോളെ കാണാൻ തിടുക്കമായല്ലേ? മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ കൈവശം തന്നെയുണ്ട്. നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? പണം കിട്ടിയില്ലേ? ഇനിയെങ്കിലും എന്റെ മോളെ വിട്ടതാ. പണം കിട്ടിയെന്നോ? ഏതു പണം? 5 ലക്ഷം രൂപ ഉടനെ കിട്ടണം. 5 ലക്ഷോ? 2 ലക്ഷം രൂപയല്ലേ നിങ്ങൾ ചോദിച്ചേ? അത് തന്നില്ലേ? ആർക്ക് തന്നു? ഞങ്ങൾക്ക് തന്നില്ലല്ലോ. ഇത് വേറെ ഗ്യാങ്ങാ. പെണ്ണിപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാ. വിട്ടുതരണമെങ്കിൽ കുരിശുപള്ളിക്ക് അടുത്തുള്ള പഴയ കമ്പനി വളപ്പിൽ പണവുമായി എത്തിയിരിക്കണം. പോലീസിനെയും പട്ടാളത്തിനൊന്നും വിളിക്കാൻ നിൽക്കണ്ട. പെണ്ണിന് ജീവനോടെ വേണമെങ്കിൽ മര്യാദയ്ക്ക് പണമായി വാ. നമ്പ്യാർ സാറേ, നമ്മുടെ രഞ്ജുമോൾ ആകെ കുഴഞ്ഞിടോ. വാ. വെള്ളമാണ്, തെറ്റി വീഴരുത്. വാ വാ വാ. ആശാനെ, സുന്ദരാശാനെ, ഇവിടെ ഇരുന്നല്ലോ അവരുണ്ടായിരുന്നത്. ആശാനെ, സുന്ദരാശാനെ, രഞ്ജു, ആശാനെ. രഞ്ജു എവിടാ? എന്റെ രഞ്ജു ഇവിടെയായിരുന്നു സാറിന്റെ ഭാര്യയെ. ഞങ്ങൾ വിശ്വസിക്കും. രഞ്ജു എവിടെന്നാ ചോദിച്ചത്? വേഷം കെട്ട് വേണ്ട, സത്യം പറയടാ. എവിടാ രഞ്ജു? വീണ്ടും പണം തട്ടാനുള്ള അടവാണല്ലേ? സത്യം പറയടാ. എന്റെ രഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, കൊല്ലും ഞാൻ എല്ലാത്തിനും. സത്യമാണ് സാർ ഞാൻ പറയുന്നത്. ഈ തൂണിലാ കെട്ടിട്ടിരുന്നത്. ആശാനുണ്ടായിരുന്നു. ഞങ്ങൾ ഗുണ്ടകളൊന്നുമല്ല സാർ.